ഇവിടെ ഒരു പെൺകുട്ടി ജോലിക്ക് വരുമ്പോൾ അവളെ അകത്തിട്ട് ആരോ ലോക്ക് ചെയ്യുന്നു. പെട്ടെന്ന് ആ ഓഫീസ് ബിൽഡിംഗ് മുഴുവനും സ്റ്റീൽ ഷട്ടേഴ്സ് ഇട്ട് മൂടുന്നു. ആർക്കും അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പോഴാണ് ഒരു സ്പീക്കറിൽ നിന്ന് ആ ദുരൂഹമായ ശബ്ദം വരുന്നത്. ഇനി 30 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ആരെങ്കിലും 2 പേരെ കൊല്ലണം, അല്ലെങ്കിൽ 20 പേരെ ഞങ്ങൾ കൊല്ലും എന്നായിരുന്നു ആ ശബ്ദം പറഞ്ഞത്. ആരോ തമാശ പറയുകയാണെന്ന് ഇവൻ ആദ്യം വിചാരിക്കുന്നു. പക്ഷേ 30 മിനിറ്റിനു ശേഷം ആ ശബ്ദം പറഞ്ഞതുപോലെ തന്നെ 20 പേർ മരിച്ചു വീഴുന്നു. അത് തമാശയല്ലെന്നും പച്ചയായ സത്യമാണെന്നും എല്ലാവർക്കും അപ്പോഴാണ് മനസ്സിലാകുന്നത്. വീണ്ടും ആ സ്പീക്കറിൽ നിന്നും ശബ്ദം വന്നു. ഇനി 2 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ 30 പേരെ കൊല്ലണം, അല്ലെങ്കിൽ 60 പേരെയും ഞങ്ങൾ കൊല്ലും. ഇത് കേട്ട് എല്ലാവരും അവിടെ നിന്ന് പേടിച്ചോടാൻ തുടങ്ങി. മരണഭയത്താൽ കൂടെ ജോലി ചെയ്യുന്നവരെ തന്നെ കൊല്ലാൻ തുടങ്ങുന്നു. ഇന്നലെ വരെ സ്നേഹത്തോടെ ഇരുന്ന സുഹൃത്തുക്കൾ ദയയില്ലാത്ത രാക്ഷസന്മാരായി മാറുന്നു. ഇതിനിടയിൽ മരിച്ചു പോയവരുടെ തലയിൽ നിന്ന് സ്റ്റീൽ ഗുളികകൾ പോലെ ചില സാധനങ്ങൾ ഒരാൾ പുറത്തെടുക്കുന്നു. ഈ കമ്പനിയിൽ ജോലിക്ക് ചേരുന്ന സമയത്ത് ഓരോ ജീവനക്കാരെയും ട്രാക്ക് ചെയ്യാൻ എന്ന പേരിൽ ചെറിയ ബോൾസ് പോലെ ചിലത് അവരുടെ തലയിൽ ഓപ്പറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ അത് ചെറിയ ബോംബുകളായിരുന്നു. ആ ബോംബ് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പൊട്ടിച്ചാണ് ഇവരെ കൊല്ലുന്നത്. അങ്ങനെ ഒരുപാട് പേർ മരിച്ചതിനു ശേഷം ഒരാൾ മാത്രം ജീവനോടെ ഇരിക്കുന്നു. സെക്യൂരിറ്റികൾ വന്നിവനെ വേറൊരു ബിൽഡിംഗിലേക്ക് കൊണ്ടുപോകുന്നു. ആ ബിൽഡിംഗിനുള്ളിൽ ഈ കമ്പനിയുടെ മുതലാളിയെ കാണുന്നു. അദ്ദേഹം പറയുന്നു, ഇതുപോലൊരു മോശമായ സാഹചര്യത്തിൽ മനുഷ്യൻ എന്താണ് ചെയ്യുക എന്നറിയാൻ വേണ്ടി ഞങ്ങൾ ചെയ്ത ഒരു ചെറിയ എക്സ്പെരിമെന്റ് മാത്രമാണ് എന്ന് അദ്ദേഹം നിസാരമായി പറയുന്നു. മനുഷ്യജീവൻ വെച്ചാണോടാ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് എന്ന് ഇവൻ ചോദിക്കുന്നു. അതിന് മുതലാളി കളിയാക്കി ചിരിക്കുന്നു. മരിച്ചു പോയവരുടെ തലയിൽ നിന്നെടുത്ത ആ ബോംബ് ഇവൻ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. മുതലാളിയും സെക്യൂരിറ്റിയും അറിയാതെ അത് അവരുടെ ഡ്രസ്സിൽ അവൻ ഫിക്സ് ചെയ്യുന്നു. എന്നിട്ട് പെട്ടെന്ന് ഓടിപ്പോയി ആ റിമോട്ട് കൺട്രോൾ കയ്യിലാക്കി ആ ബോംബുകൾ പൊട്ടിക്കുന്നു. മുതലാളിയും സെക്യൂരിറ്റിയും അവിടെ വെച്ച് തന്നെ കൊല്ലപ്പെടുന്നു. അവസാനം ഇവൻ മാത്രം ആ ബിൽഡിംഗിൽ നിന്ന് ജീവനോടെ പുറത്തേക്ക് വരുന്നു. അവൻ പുറത്ത് നിൽക്കുമ്പോൾ ക്യാമറ സൂമൗട്ട് ആകുന്നു. ഇതുപോലെ ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരം എക്സ്പെരിമെന്റുകൾ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണിച്ചു തരുന്നു.